ഉത്രാടായിട്ട് പൂക്കളിടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ മോൾക്കൊരാഗ്രഹം നമ്മുടെ പറമ്പിലേക്കും പോയിട്ട് കുറച്ച് പൂക്കളേക്കും പൊട്ടിച്ച് കൊണ്ടുവരണം. ഇവിടെ എവിടെ പൂ നീ കണ്ടത്? ഞാൻ ഇതുവരെ ഒറ്റ പൂ കണ്ടില്ല. അവിടെ പോവാം. ചെറിയൊരു കുട്ടയും പിടിച്ച് ഞങ്ങൾ പൂക്കളന്വേഷിച്ച് യാത്ര തുടങ്ങി. എവിടെ പിന്നെ അപ്പച്ചൊരു പൂവും കണ്ടില്ല. ഇതേ ഒരു പൂ ഇതൊക്കെ കിട്ടുള്ള. പിന്നെ ഇതിലും വലിയ പൂഞ്ഞൊന്നുമില്ല. പണ്ടാണ് പൂക്കളുണ്ടായിരുന്നു. നീ പൊട്ടിക്കത്. ഒരാളിവിടെ കാര്യമായിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ട്. രാവിലെ തന്നെ മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഏൽപ്പിച്ച് കൊണ്ടുപോയിട്ട് എല്ലാ പൂക്കളും പൊട്ടിച്ചിട്ടുണ്ടു. വഴിയിലും വേലിയിലും ഞാൻ കണ്ട പൂക്കളേക്കും പൊട്ടിച്ചു കൊണ്ടുവന്ന് ആൾ എല്ലാ പൂക്കളും വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളുടെ എണ്ണം കുറവായതുകൊണ്ട് കിട്ടിയ പൂക്കളെല്ലാം ചെറിയ ഇതളുകളൊക്കെ ആക്കി എല്ലാം വെട്ടി തുടങ്ങി. അപ്പോൾ അത്തപ്പൂക്കളം ഡെയിലി കൂടി ഇട്ടിട്ടുണ്ട് ആൾ. രാവിലെ ക്ലാസ്സിൽ പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് എനിക്കറിയുന്നില്ല. പക്ഷേ അത്തപ്പൂക്കളായിട്ടാണ് ആൾ നേരത്തെ എനിക്കറിയുന്നുണ്ട്. അപ്പോൾ പൂക്കളുടെ ചെറിയൊരു ക്ഷാമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ തവണ തീരെ പൂക്കളുണ്ടായില്ല. ഇത്തവണ അത്യാവശ്യം പൂക്കളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കശ്യപ്പ കാര്യമായിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ട്. ചെറുപ്പത്തിലേക്ക് നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പോൾ ആളുടെ ഐഡിയ പോലെയൊക്കെയാണ് പൂക്കളൊക്കെ ഇടുന്നത്. നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കിട്ടി. മുസാണ്ട, ചെമ്പരത്തി, കോളാമ്പിപ്പൂവ്, അങ്ങനെയുള്ള കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടാ. ഇതും തിരുണ്ടി ക്യാബേജാണോ? അപ്പോൾ കിട്ടിയ പൂക്കളെല്ലാം വെച്ചിട്ട് ഇതളുകളെല്ലാം പൊട്ടിച്ച് വലിയൊരു പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൂക്കളുകൾ തമ്മിൽ യാതൊരുവിധ ബന്ധം ഇല്ലെങ്കിലും എല്ലാം അകത്തിയാണ് വെച്ചിട്ടുണ്ടെങ്കിലും കാണാനായിട്ടൊരു ചേലൊക്കെ ഉണ്ട്. അപ്പോൾ ഓണത്തിന് കാണാം. എല്ലാവരുടെയും താങ്ക് യു. ഗുഡ് ബൈ. ഹാപ്പി ഓണം.